ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ബോട്ടി കറി വെക്കാം. അപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോട്ടിയിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ വെക്കാം. ഫസ്റ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരണം. വിസിൽ വന്നതിന് ശേഷം വേണം നമുക്ക് തീ കുറച്ച് വെക്കേണ്ടത്. വിസിൽ കേട്ടോളൂ. ഇനി നമുക്കത് തീ കുറച്ച് വെക്കാം കേട്ടോ. ഇനി ഒരു 2-3 വിസിലും കൂടെ എക്സ്ട്രാ കേൾക്കണം. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാൻ നമുക്കതിലോട്ട് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോരുത് കേട്ടോ. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് വേണം ഈ പരിപാടികളെല്ലാം ചെയ്യാൻ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ബോട്ടി വെന്തോന്ന് നോക്കാം. ഇവിടെ വെന്തോണ്ടിരിക്കുന്നു. അപ്പം നമുക്കിത് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ഇതവിടെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇനി എന്താ വേണ്ട? പൊടി ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാവേ. നോക്ക്, ഉപ്പ് നോക്കിക്കോ. അങ്ങനെ ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിക്കറി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ടാണ് റെസിപ്പീസൊക്കെ മനസ്സിലാക്കിയത്. ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് തൊട്ട് അമ്മയോട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക, അമ്മ ഇപ്പം എന്താ ഇടണ്ടേ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷേ സിമ്പിൾ പരിപാടിയാണ്. ഉണ്ടാക്കി വന്നപ്പോൾ പിന്നെ ഗോഡുവിനെ ഉണ്ടാക്കിയത് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായി. പിന്നെന്താണ്, അപ്പയും അമ്മയെല്ലാം കണ്ടു. എന്തായാലും നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ? പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ പ്രിപ്പറേഷനിൽ ഫുഡ് ഉണ്ടാക്കാൻ നേരം വന്നു കഴിഞ്ഞാൽ വീട്ടുകാരെ വിളിച്ചങ്ങനെ ശല്യം ചെയ്യാറുണ്ട് എന്നെ പോലെ? പ്ലീസ് കമൻറ്റ് ഗൈസ്. അങ്ങനെ ഇതേണ്ടേ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ചിരിക്കുന്ന സവോള ഇല്ലേ, അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം ഒന്നിങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ മുരിയിച്ചെടുക്കണം. എന്നിട്ട് നമ്മളുടെ ബോട്ടിക്കറിയിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാൻ. നോക്കി, അടിപൊളി ബോട്ടിക്കറി റെഡി. അപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. നമ്മളിവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്, ഞാനല്ല ഗോഡു. അങ്ങനെ ഇനിയും നമുക്കിതുപോലുള്ള നല്ല വീഡിയോസായിട്ട് കാണാം. സോ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.